അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ ഈ കണ്ടിട്ടുള്ള ഈ റീൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം ട്രെൻഡിങ് ആണ്. നമ്മുടെ കാറിനെ നമ്മൾ AI യൂസ് ചെയ്തിട്ട് ഒരു ബോഡി കിറ്റ് കാര്യങ്ങളൊക്കെ വൈഡ് ആയിട്ടുള്ളത് ആഡ് ചെയ്തിട്ടുള്ളതിൻ്റെ ചെറിയൊരു എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു 1 ടാപ്പ് മാത്രം മതി അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ മേക്ക് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ChatGPT നിങ്ങൾക്ക് അറിയുണ്ടാവും. ആ ഒരു ChatGPTയുടെ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ChatGPT അടിച്ചിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ഇമെയിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സൈൻ ചെയ്യണം. സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു വൈഡ് ബോഡി കിറ്റ് ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ആ ഒരു വൈഡ് ആയിട്ടുള്ള ബോഡി കിറ്റിൻ്റെ ആഡ് ചെയ്യേണ്ട ഒരു ഇമേജ് താഴത്ത് ഈ ഒരു പ്ലസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കിയിട്ട് വേണം നിങ്ങൾ ChatGPT കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ. എന്നാലും നമുക്കൊരു സ്ക്രീൻ റെക്കോർഡ് ഒരു എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പ് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്താലോട് കിട്ടുക. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ChatGPT കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനും സൈൻ ചെയ്യാനും നിങ്ങളുടെ ആ ഒരു ഇമേജ് അതിലേക്ക് ആഡ് ചെയ്യാനും. അപ്പോൾ താഴത്തെ ഒരു പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇമേജ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഞാൻ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മേക്ക് ദിസ് കാർ വൈഡ് ബോഡി കിറ്റ് എന്ന് എഴുതി മതി. അപ്പോൾ ഇതിലേക്ക് ഒരു ബ്ലാക്ക് എഡിഷൻ കൂടി എക്സ്ട്രാ ഞാൻ അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കളർ അതൊക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മെയിനായിട്ട് അതിൽ വൈഡ് ബോഡി കിറ്റ് എന്നുള്ളതിൻ്റെ അവിടെ വന്നാൽ മതി ഒരു ടെക്സ്റ്റ്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ചെയ്തത് നിങ്ങൾ നേരെ ഒരു ChatGPTക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 മാക്സിമം ഒരു 10 മിനിറ്റിന് താഴേക്ക് ചെറിയ ലോഡിങ് ഉണ്ടാവും ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് പറഞ്ഞിട്ട്. അതിന് ശേഷം പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഇതേപോലെ നമുക്കൊരു അടിപൊളിയായിട്ടൊരു സ്പോട്ടി ലുക്ക് ആയിട്ടുള്ളൊരു ബോഡി കിറ്റിലേക്ക് നമുക്ക് AI സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഇമേജിൽ നമുക്ക് കിട്ടും. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഫുള്ള് കണ്ണ് തള്ളു ജാതി ലുക്കായിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ആ ഒരു ഇമേജ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ആ ഒരു ബോഡി കിറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത് നമുക്ക് ആ സ്ക്രീൻ റെക്കോർഡിൽ റെക്കോർഡാൻ വേണ്ടിയിട്ടാണ് വീഡിയോ. എന്നിട്ട് നിങ്ങൾ ആ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ CapCut തന്നെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു റീൽ എഡിറ്റ് ചെയ്യേണ്ട ഒരു ഓഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ഓഡിയോ കൂടെ ഇതിലേക്ക് CapCutക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു 5.1 5.2 സെക്കൻഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു ChatGPT ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതും ആ ഒരു ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്തതും ആ ഒരു പ്രോംപ്റ്റ് നമ്മൾ അതിലേക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്തതൊക്കെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു 5 സെക്കൻഡിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഒതുക്കി കൊടുക്കുക ഞാൻ ചെയ്ത പോലെ. ശേഷം ബാക്കിയുള്ളത് പറഞ്ഞാൽ പിന്നെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു നമ്മളൊരു ബിഫോർ നമ്മൾ കാറിൻ്റെ ആഫ്റ്റർ ആയിട്ട് നമുക്ക് വൈഡ് ബോഡി കിറ്റ് ആക്കിയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ChatGPT അയച്ചു തരുമല്ലോ. ആ ഒരു ഇമേജ് പിന്നെ നിങ്ങൾ ഈ ഒരു 5 സെക്കൻഡിന് ശേഷമുള്ള ക്ലിപ്പ് ആക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റായിട്ട് ആ മ്യൂസിക്കിൻ്റെ ഡ്യൂറേഷനാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പിന്നെ മ്യൂസിക് എൻഡിനനുസരിച്ച് നിങ്ങൾ ആ ഒരു വീഡിയോ ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീൽ എഡിറ്റ് ആയി. നിങ്ങൾക്ക് ഇനി ആ ഒരു ഫോട്ടോ സ്റ്റോറി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ ചെയ്തുള്ള ഈ ഒരു ഫോട്ടോ ഞാൻ ലൈറ്റ് റൂമിൽ ചെറിയൊരു എഡിറ്റ് ചെയ്തിട്ട് അത് എക്സ്പാൻഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റോറി സൈസിലേക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് റീലും ആയിട്ട് ഇടാം സ്റ്റോറി ആയിട്ട് ഇടാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോൺ എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ഓക്കെ ബൈ.